Hi friends, welcome to Everything Happiness channel. I am Captain Grandmaster ഷാജി മാത്യു. ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയത്തെപ്പറ്റി സംസാരിക്കുകയാണ്. ഗ്ലോബലായി മനുഷ്യർ തമ്മിൽ തല്ലി കലഹിക്കുകയാണ്. എവിടെയാണ് സാഹോദര്യം, മനുഷ്യത്വം, മാനവികത, കരുണ, ദയ എന്നിവ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈശ്വരൻ, ഗോഡ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണുള്ളത്. അതിന് നമുക്ക് പല പേര് പറഞ്ഞ് വിളിക്കാം. ഈശ്വരൻ, അള്ളാഹ്, ഓൾമൈറ്റി, ഗോഡ്, പ്രപഞ്ചേശ്വരൻ എന്നെല്ലാം. എന്തായാലും ആ പേരും പറഞ്ഞ് അല്ലെങ്കിൽ മതങ്ങളുടെ പേര് പറഞ്ഞ് സഹോദരങ്ങൾ തമ്മിൽ തല്ലി ചാവുന്നു. യുദ്ധങ്ങൾ, ഉപരോധങ്ങൾ, ട്രേഡ് വാർ എല്ലാം ഈ ഭൂലോകത്ത് ഒരു ഗ്രൂപ്പിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഫലമായി അനന്തരഫലങ്ങളായി നടക്കുന്നു. മതങ്ങൾ മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. മതങ്ങൾ എന്ന് പറയുന്നത് ആളുകളെ കൂട്ടുന്ന ധാരാളം ആളുകളെ കൂട്ടുന്ന ഒരു കൂട്ടസമൂഹമാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് അജ്ഞതയുടെ പ്രതിഫലനമാണ്. നമ്മുടെ ലോക നേതാക്കൾ അവരുടെ സന്ധിയിൽ പ്രവേശിച്ചിരിക്കുന്ന പക്വതയുടെ നിറകുടമായി ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആൾക്കാർ ഗ്ലോബൽ അശാന്തി വിളിച്ചു വരുത്തുന്നു. എവിടെയാണ് യൂണിറ്റി, സാർവദേശീയത? എല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം. രാജ്യങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും ഒക്കെയുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്. മൃഗങ്ങൾ എത്രയോ ഭേദം. മനുഷ്യൻ വളരെയധികം വിദ്യാസമ്പന്നനും അറിവുള്ളവനാണെന്നും ഭാവിക്കുന്നു. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്? ഇത് സാധാരണ മനുഷ്യർ ചിന്തിക്കണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. മതം, ദേശം, വർഗം, ജാതി, കാസ്റ്റ് എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് സാധാരണക്കാരെ വിഡ്ഢികളാക്കി ഉന്നതർ സുഖിക്കുന്നു ഗ്ലോബലായി. അവർ തിന്നുകുടിച്ച് ആനന്ദിച്ച് ആഹ്ലാദിക്കുന്നു. ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളും സാധാരണ ജനങ്ങളും സൈനികരും മരിക്കുന്നു. രാജ്യത്തിൻ്റെ ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്നു. ഇത് നമ്മുടെ സഹോദരങ്ങൾ തിരിച്ചറിയണം. നമ്മൾ ഈ ഭൂമിയിലെ ഒരു ചെറിയ സമയ സഞ്ചാരിയാണ്. ഒന്നുമില്ലാതെ വരുന്നു, ഒന്നുമില്ലാതെ പോകുന്നു. അതിനാൽ ഈ കുതന്ത്ര വഞ്ചകന്മാരെ മനസ്സിലാക്കണം. ആനന്ദത്തോടെ തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്ത് സന്തോഷപരമായി ഈ ലോകത്തിൽ നിന്ന് നമുക്ക് മടങ്ങണം. ഞാനൊരിക്കൽ ഒരു 85 വയസ്സായ ഒരു വല്യച്ഛനോട് ചോദിച്ചു, ഈ 85 വർഷത്തെ ജീവിതകാലത്തിൽ അങ്ങ് എന്താണ് പഠിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പഠിച്ചത് നിങ്ങളുടെ കാര്യം നോക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്യുക. ഇതേ ചോദ്യം തന്നെ 80 വയസ്സായ ഒരു വല്യമ്മച്ചിയോട് ചോദിച്ചു. അവർ പറഞ്ഞു, നമ്മൾ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ടത് സത്യസന്ധമായും കൃത്യമായും നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യുക. അതായത് സന്തോഷത്തോടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സമാധാനപരമായി നിയമപരമായി നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ച് സന്തോഷവതിയായി ഈ ലോകത്തിൽ നിന്ന് പോവുക. ആനന്ദത്തോടെ തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്ത് സന്തോഷമായി ലോകത്തിൽ നിന്ന് മടങ്ങണം. ഇതാണ് സുഹൃത്തുക്കളെ വന്യ വയോധികർ പറഞ്ഞത്. സഹോദരങ്ങൾക്ക് നന്മ ചെയ്യണം. അതുമാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. നമ്മളൊരാൾക്ക് ഒരു നന്മ ചെയ്യുമ്പോൾ ചെറിയതാകട്ടെ അതിൽ നമുക്ക് വളരെയധികം ആനന്ദമുണ്ടാകും. ബാക്കിയെല്ലാം മായയാണ്. പണം വരും പോവും, സുഖം വരും പോവും, ഒന്നും ഓർക്കപ്പെടാറില്ല. നമുക്ക്
ജന്മം നൽകിയ നമ്മുടെ മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾ നിർവഹിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റി സന്തോഷത്തോടെ സമാധാനത്തോടെ ആഹ്ലാദത്തോടെ ഈ ലോകത്ത് ജീവിച്ച് മരിക്കാം. അല്ലാതെ ജാതി, മതം, ദേശം, ഗ്രൂപ്പ്, പാർട്ടി, നേഷൻസ് എന്നെല്ലാം പറഞ്ഞ് വിഭാഗീയ പിന്തിരിപ്പന്മാരുടെ വിവരമില്ലായ്മ മനസ്സിലാക്കി നമുക്ക് നമ്മുടെ വിലയേറിയ സമയം ഉപയോഗിക്കാം. നമ്മുടെ കർത്തവ്യങ്ങൾ വിനിയോഗിക്കാം. ഈ കളനാണയങ്ങളെ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഈ കളനാണയങ്ങളെ തിരിച്ചറിയേണ്ടത് നമ്മുടെ കടമയാണ്. ഈശ്വരന് പണം ആവശ്യമില്ല. ഈശ്വരന്മാർ നമുക്ക് നന്മയെ നൽകുകയുള്ളൂ. എല്ലാത്തിനും വലുത് സമയമാണ്. സമയം, ആരോഗ്യം, വിദ്യാഭ്യാസം, ജോലി, സമൂഹ നന്മ ഒക്കെ ചെയ്ത് മനുഷ്യനായി നമുക്ക് മാറാം. ഈ ഭാഗ്യഭൂമിയിൽ ജീവിക്കാം. അല്ലാതെ മനുഷ്യനെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ ഒഴിവാക്കാം. അവരോട് നമ്മൾ തർക്കിക്കേണ്ട, അവരോട് നമ്മൾ വാദിക്കേണ്ട, അവരിൽ നിന്ന് ഓടി ഒളിക്കാം. അവരുടെ വിവരമില്ലായ്മയിൽ അവർക്ക് നല്ല നന്മ പ്രപഞ്ചേശ്വരൻ കൊടുക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സൽ ഗോഡിനോട് പ്രാർത്ഥിക്കാം. നമുക്കതിനു വേണ്ടി ആശ്വസിക്കാം. അവരുടെ തട്ടിപ്പിൽ വീഴാതിരിക്കാം. സ്കൂളിൽ പഠിപ്പിക്കാത്ത ഈ ലോകസത്യങ്ങൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം. അത് അവർ പ്രവർത്തിക്കുന്നെന്ന് നമുക്ക് ഉറപ്പാക്കാം. നമസ്കാരം. ജയ് യൂണിവേഴ്സ്. സഹോദരങ്ങളെ, ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എഴുതുക ഫ്രീ ആയിട്ട്. ഒരിക്കൽ കൂടി സസ്നേഹം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു.